ഒരാളെ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടും ആ പ്രണയം ഒരിക്കലെങ്കിലും തുറന്നു പറയാൻ കഴിയാതെ പോയിട്ടുണ്ടോ? ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, മനസ്സിൽ മാത്രം സൂക്ഷിക്കുന്നവ. പറയാൻ 1000 അവസരങ്ങൾ കിട്ടിയിട്ടും ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ ജീവിതത്തിൽ നിന്ന് ആ ആള് അകന്നു പോകും. തന്റെ ജീവിതത്തിൽ വന്ന 2 പെൺകുട്ടികളെയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും ഒരിക്കൽ പോലും തന്റെ പ്രണയം തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത ഇതയുടെ കഥയാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഇനിയും മികച്ച സിനിമകളുടെ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന വലിയ പ്രോത്സാഹനമാണ്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കല്യാണ വീടാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയായ ഇതയുടെ കല്യാണമാണ് അവിടെ നടക്കുന്നത്. ഇതയുടെ മാമനായ തങ്കം ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഈ രാത്രി ഇരുട്ട് വെളുത്തു കഴിഞ്ഞാൽ കല്യാണമാണ്. അമേരിക്കയിൽ പോയ ഇതയും ഫ്രണ്ട്സും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇതയെ ഫോൺ വിളിച്ച് കിട്ടാത്ത തങ്കം അവന്റെ ഫ്രണ്ടായ സച്ചിനെ വിളിക്കുന്നു. ഇതയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് തന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞ് തങ്കയെ സച്ചിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ എല്ലാം എഴുന്നേൽപ്പിച്ച് സച്ചിൻ ഇതയുടെ റൂമിലെത്തുന്നു. അപ്പോൾ ഇതയ പോകാൻ വേണ്ടി ഓൾറെഡി റെഡിയായി നിൽക്കുന്നുണ്ട്. ഒരു കല്യാണച്ചെക്കന്റെ മുഖത്ത് കാണേണ്ട സന്തോഷമൊന്നും ഇതേക്കില്ല. അവൻ എന്താണ് പറ്റിയെന്ന് നമുക്ക് വഴിയെ കാണാം. അങ്ങനെ അവിടെ നിന്ന് അവർ എയർപോർട്ടിലെത്തി വിമാനത്തിൽ കയറി യാത്ര തുടങ്ങുന്നു. വിമാനത്തിൽ വെച്ച് ഇതയ ബാത്റൂമിൽ പോയപ്പോൾ അടുത്ത സീറ്റിൽ നിന്ന് സൂര്യയുടെ ഫോൺ സ്വന്തം ഫോണിന് പകരം മാറിയെടുത്തു കൊണ്ടുപോകുന്നു. ആ സമയത്താണ് തങ്കം ഇതയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. സൂര്യ അത് തന്റെ ഫോണാണെന്ന് വിചാരിച്ച് ഇതയുടെ ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഫോൺ എടുത്ത ഉടനെ തങ്കം നാളെ കല്യാണം വെച്ചിട്ട് ഇന്ന് വരെ വരാത്തത് എന്താണെന്ന് പറഞ്ഞ് അവനെ കുറെ വഴക്കു പറയുകയും ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴാണ് സൂര്യയ്ക്ക് അത് തന്റെ ഫോണല്ല എന്ന് മനസ്സിലാകുന്നത്. ബാത്റൂമിൽ നിന്ന് വന്ന ഇതയോട് ഫോൺ എക്സ്ചേഞ്ച് ആയി പോയ കാര്യവും അവന്റെ മാമൻ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞ കാര്യവും സൂര്യ പറയുന്നുണ്ട്. അത് കേട്ട ഇതയുടെ ഫ്രണ്ട്സ് നാളെ കല്യാണം വെച്ചിട്ട് ഇന്നിവൻ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതയോട് ചോദിക്കാൻ സൂര്യയോട് പറയുന്നുണ്ട്. ആദ്യം സൂര്യ ഇതയുടെ ഫ്ലാഷ് ബാക്ക് കേൾക്കാൻ താല്പര്യം കാണിക്കുന്നില്ലെങ്കിലും ഇതയുടെ ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ കഥ പറയാൻ വേണ്ടി സൂര്യ പറയുന്നു. അങ്ങനെ ഇതയ തന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. 1998 തിരുച്ചിയിൽ ഒരു സ്കൂളിലാണ് ഇതയ പഠിച്ചിരുന്നത്. ഇതയ്ക്ക് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരുന്നു. അവനെ നോക്കിയതും വളർത്തിയതുമെല്ലാം അവന്റെ മാമനായ തങ്കമാണ്. അയാൾക്ക് DTV എന്നൊരു കേബിൾ ബിസിനസ്സും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതയുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു പ്രഭുവും കാജയും. ഇതയ്ക്ക് തന്റെ ക്ലാസ് ടീച്ചറായ ഗീതാ മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്കും കുട്ടികളോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇതയും കൂട്ടുകാരും സ്കൂളിൽ ലേറ്റായി വരുന്നത് കണ്ട് ഒരു ടീച്ചർ അവരെ വഴക്കു പറയുന്നു. അപ്പോൾ ആ ടീച്ചറിന്റെ അടുത്ത് നിന്ന് അവരെ രക്ഷിച്ചത് ഗീതാ മിസ്സാണ്. ഈ സംഭവത്തിന് ശേഷം ഉദയ്ക്ക് ഗീതാ മിസ്സിനോടുള്ള സ്നേഹവും ബഹുമാനവും ഭയങ്കരമായിട്ട് കൂടിയിരുന്നു. ഒരു ദിവസം ഗീതാ മിസ് ആനുവൽ ഡേ പ്രോഗ്രാമിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് അവരുടെ ക്ലാസ്സിൽ ചോദിക്കുന്നു. ഗീതാ മിസ് അപ്പോൾ ഇതയോട് പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ പങ്കെടുക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇതയും കൂട്ടുകാരും TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു കിസ്സിംഗ് സീൻ വരുന്നു. അത് കണ്ട അവന്റെ കൂട്ടുകാർ ഉമ്മ വെച്ചാൽ കുട്ടികൾ ഉണ്ടാകുമെന്ന് ഇതയോട് പറയുന്നു. കൂട്ടുകാർ പറഞ്ഞത് വിശ്വസിക്കാതെ അവൻ പോയി തന്റെ സീനിയറായ സച്ചിനോട് ഇത് ചോദിക്കുന്നുണ്ട്. കിസ് ചെയ്താൽ കുട്ടി ഉണ്ടാകുമെന്ന് സച്ചിൻ അവരോട് തറപ്പിച്ചു പറയുന്നു. അപ്പോൾ ഇതയ്ക്കും അത് വിശ്വാസമാകുന്നുണ്ട്. അങ്ങനെ ആനുവൽ ഡേയുടെ ദിവസം വന്നെത്തി. എല്ലാ കുട്ടികളും ഓരോ വേഷത്തിലാണ് ആനുവൽ ഡേ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാണികളായി കുറെ പേരുള്ളത് കണ്ട ഇതയ ഭയങ്കര നെർവസ് ആകുന്നുണ്ട്. സ്റ്റേജിന്റെ അടുത്തുണ്ടായിരുന്ന ഗീതാ മിസ് അവന് ധൈര്യം കൊടുത്തപ്പോൾ അവൻ സ്റ്റേജിൽ നന്നായി പെർഫോം ചെയ്യുന്നു. അവൻ നന്നായി പെർഫോം ചെയ്യുന്നത് കണ്ട ഗീതാ മിസ് പരിപാടിക്ക് ശേഷം അവനെ നന്നായി ചെയ്തു എന്ന് പറഞ്ഞ് കവിളിലൊരു ഉമ്മ കൊടുക്കുന്നു. ഉമ്മ വെച്ചാൽ കുട്ടി ഉണ്ടാകുമെന്ന ധാരണയിൽ അവന് രാത്രിയിൽ ഭയങ്കര ടെൻഷനാകാൻ തുടങ്ങി. അവനത് കൂട്ടുകാരോടും പറയുന്നുണ്ട്. അവർ അതിനുശേഷം ടീച്ചറിന്റെ വയറ് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പോകെ പോകെ സമ്മർ വെക്കേഷനായി. അത് കഴിഞ്ഞ് സ്കൂൾ തുറന്നു. അപ്പോൾ ഗീതാ മിസ്സിനെ കണ്ട് ഇതേ ഞെട്ടുന്നു. ഗീതാ മിസ് ഗർഭിണിയായി വയറ് വീർത്തിരിക്കുന്നുണ്ടായിരുന്നു. ഗീതാ മിസ്സിന്റെ വയറ്റിലുള്ളത് തന്റെ കുട്ടിയാണെന്ന് വിചാരിച്ച് ഇതേ അവരെ നന്നായി കെയർ ചെയ്യാൻ തുടങ്ങി. ടീച്ചറുടെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുപോയി കൊടുക്കുകയും ഉറങ്ങുമ്പോൾ അവർക്ക് ഫാൻ ഓൺ ചെയ്തു കൊടുക്കുകയും എല്ലാം അവൻ ചെയ്തു. അങ്ങനെ കുറെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഒരു ദിവസം രാത്രി ഭയങ്കര ഇടിയും മഴയും ഉണ്ടാകുന്നു. ഗീതാ മിസ് വീട്ടിൽ ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടി ഇതയ കൂട്ടുകാരെയും കൂട്ടി അവരുടെ വീട്ടിലെത്തുന്നു. അവിടെ പ്രസവവേദന കൊണ്ട് പുളയുന്ന ഗീതാ മിസ്സിനെ കാണുന്ന അവർ ഒരു ഓട്ടോ പിടിച്ച് അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രിയിൽ വെച്ച് മിസ്സിന്റെ ഹസ്ബൻഡിന്റെ പേരെഴുതേണ്ട ഫോമിൽ ഇതയ തന്റെ സ്വന്തം പേരാണ് എഴുതുന്നത്. അപ്പോഴേക്കും ആ ഓട്ടോ ചേട്ടൻ മിസ്സിന്റെ വീട്ടിൽ വിവരം അറിയിക്കുകയും ഇതയെയും കൂട്ടുകാരെയും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവിടുകയും ചെയ്തു. ആ ഒരു ദിവസത്തിന് ശേഷം ഇതയെ പിന്നെ ഗീതാ മിസ്സിനെ കണ്ടിട്ടേയില്ല. അവർ കുട്ടി ജനിച്ച ശേഷം ജോലി വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. ഈ കഥ കേട്ട് സൂര്യ ചിരിക്കുന്നു. എന്നിട്ട് നീ ഒപ്പിടുന്ന സമയത്ത് മിസ്സിന്റെ ഹസ്ബൻഡ് എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുന്നു. സൂര്യ എന്നിട്ട് അയാളെ കുറിച്ച് കളിയാക്കി പറയുന്നുമുണ്ട്. ഇത്രയും കേട്ട ശേഷം സൂര്യ നിന്റെ വർക്കൗട്ട് ആവാത്ത കഥ വേണ്ട, വർക്കൗട്ട് ആയ ഏതെങ്കിലും കഥയുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഇതയ അവന്റെ ജീവിതത്തിലെ അടുത്ത കാലഘട്ടത്തിലെ കഥ പറയാൻ തുടങ്ങുന്നു. ഇതയ അപ്പോൾ +2 പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും അവന്റെ സുഹൃത്തുക്കൾ പ്രഭുവും കാജയും തന്നെയാണ്. സ്കൂൾ വിട്ട ഉടനെ തന്നെ ഇതയ ആരോടും പറയാതെ പെട്ടെന്ന് തന്നെ ഒരാളുടെ കൂടെ
ബൈക്കിൽ കയറി പോകുന്നത് അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതേ എല്ലാ ദിവസവും ഇങ്ങനെ അർജന്റായി എങ്ങോട്ടാണ് പോകുന്നതെന്നും അവന്റെ പുതിയ ഫ്രണ്ട് ആരാണെന്നുമൊക്കെ കൂട്ടുകാർ അവനോട് ചോദിക്കുന്നു. അവൻ ദിവസവും ബൈക്കിൽ കയറി പോകുന്നത് പോളിടെക്നിക്കിൽ പഠിക്കുന്ന അവന്റെ പുതിയ ഫ്രണ്ടായ ജൂജുവിന്റെ കൂടെയാണെന്നും അവന്റെ കൂടെ ടെന്നീസ് അക്കാദമിയിലും ട്യൂഷൻ ക്ലാസ്സിലുമാണ് പോകുന്നതെന്നും പറഞ്ഞു. അവന് സമന്ത എന്ന ഒരു പെൺകുട്ടിയെ ഒത്തിരി ഇഷ്ടമാണ്. അവൾ ഈ രണ്ട് സ്ഥലത്തും പോകുന്നുണ്ട്. അവളെ കാണാൻ വേണ്ടിയാണ് ഇതേയും അവളുടെ പിന്നാലെ ട്യൂഷൻ ക്ലാസ്സിലും ടെന്നീസ് അക്കാദമിയിലും ചേർന്നിരിക്കുന്നത്. സമന്തയുടെ ഒരു കൂട്ടുകാരിയെ ജൂജുവും വളയ്ക്കാൻ നോക്കുന്നുണ്ട്. അതിനാണ് അവൻ ഇതയുടെ കൂടെ പോകുന്നത്. ഇതറിഞ്ഞ കാജയും പ്രഭുവും അടുത്ത ദിവസം തന്നെ അവരുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു. ഇതേ ഇത്ര നാളായി സമന്തയുടെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിലും അവൻ ഇതുവരെ അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ സാധിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അവൻ അതിനുള്ള ധൈര്യമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇതയുടെ സ്കൂളിൽ നിന്ന് സുനാമി ദുരിതാശ്വാസ ഫണ്ട് പിരിക്കാൻ വേണ്ടി കുട്ടികളെ വിവിധ സ്കൂളുകളിലേക്ക് പോയി വോളണ്ടിയർ ചെയ്യാൻ പറയുന്നത്. സമന്തയുടെ സ്കൂൾ ആ ലിസ്റ്റിൽ കണ്ട ഇതേയും വോളണ്ടിയറായി ആ സ്കൂളിൽ എത്തുന്നു. അവൻ അവളുടെ ക്ലാസ് തന്നെ തിരഞ്ഞുപിടിച്ച് ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. സമന്ത തന്ന പണം ഇതേ തന്റെ കയ്യിൽ ഒരു ഓർമ്മയായി സൂക്ഷിക്കുന്നു. സമന്ത എവിടെ പോയാലും ഇതേ അവളെ പിന്തുടർന്ന് കാണുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. സമന്ത തന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇതയെ ക്ഷണിക്കുന്നു. അവൾ അവനെ സ്പെഷ്യലായി വിളിച്ചതാണെന്ന് വിചാരിച്ച് അവളോടുള്ള സ്നേഹം തുറന്നു പറയാൻ വേണ്ടി ഇതയെ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അവൻ ഒരു സോങ് റെക്കോർഡ് ചെയ്ത് സിഡിയിൽ ഐ ലവ് യു എന്ന് എഴുതിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ബർത്ത്ഡേ പാർട്ടിക്ക് എത്തിയ ഇതയ അവിടെ ട്യൂഷൻ സാർ അടക്കം അവന്റെ എല്ലാ ട്യൂഷൻ ബാച്ചിലുള്ള ആളുകളെയും കാണുന്നുണ്ട്. സമന്തയുടെ ഫ്രണ്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി ജൂജുവിനെ വിളിക്കുന്നു. സമന്തയുടെ റൂമിൽ അവർ ഗിഫ്റ്റ് റാപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമന്തയ്ക്ക് ഒരു ഇരട്ട സഹോദരി കൂടെ ഉണ്ടെന്ന് ജൂജു മനസ്സിലാക്കുന്നു. സമന്തയും സയുക്തയും രണ്ടുപേരും കാണാൻ ഒരുപോലെ തന്നെയായിരുന്നു. ഈ കാര്യം പറയാൻ വേണ്ടി ഇതയുടെ അടുത്തെത്തുമ്പോഴേക്കും കേക്ക് കട്ടിംഗ് നടത്തുമ്പോൾ ഇതയും ഈ കാര്യം മനസ്സിലാക്കിയിരുന്നു. അവൻ ടെന്നീസ് ക്ലാസ്സിൽ കണ്ടിരുന്നത് സംയുക്തയെയും ട്യൂഷൻ ക്ലാസ്സിൽ കണ്ടിരുന്നത് സമന്തയും ആയിരുന്നു. അവർ രണ്ടുപേരും കാണാൻ ഒരുപോലെ തന്നെ ആയതിനാൽ അവർ മാറി മാറി രണ്ട് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതിനാൽ ഇതയ്ക്ക് താൻ സ്നേഹിച്ച പെൺകുട്ടി ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ ആശയക്കുഴപ്പത്തിനിടയിൽ അവന് തന്റെ പ്രണയം തുറന്നു പറയാനുള്ള ധൈര്യവും നഷ്ടമായി. ജൂജു ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന പെണ്ണിനും ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന കാര്യം അവനും മനസ്സിലാക്കുന്നു. അങ്ങനെ ആ സംഭവത്തിന് ശേഷം ഇതയെയും ജൂജുവും ടെന്നീസ് ക്ലാസ്സും ട്യൂഷൻ ക്ലാസ്സും പോകുന്നത് നിർത്തി. അതിനുശേഷം ഇതയ സമന്തയെയോ സംയുക്തയെയോ കാണുന്നതേയില്ല. അങ്ങനെ വർഷങ്ങൾ വീണ്ടും കടന്നു പോകുന്നു. 2011 ഇതയും കൂട്ടുകാരും പഠനത്തിന്റെ ആവശ്യത്തിനായി ചെന്നൈയിലെത്തുന്നു. ഇതയുടെ മാമൻ തങ്കയും അവരുടെ കൂടെ ചെന്നൈയിലെത്തുന്നുണ്ട്. തങ്കയ്ക്ക് ലോകകപ്പ് മത്സരം ഗ്രൗണ്ടിൽ പോയി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് അതിന് സാധിച്ചില്ല. അതുകൊണ്ട് തങ്ക ഒരു സ്ക്രീൻ വെച്ച് ആളുകളെ എല്ലാം ക്രിക്കറ്റ് മാച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ആ ഏരിയ കൗൺസിലറും കൂട്ടരും വരുന്നു. അവരെയും തങ്ക ക്രിക്കറ്റ് മാച്ച് കാണാൻ ക്ഷണിക്കുന്നു. എല്ലാവരും ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോയി കൗൺസിലറും കൂട്ടരും മദ്യപിക്കുന്നു. അത് കണ്ട് ചോദിക്കാൻ ചെന്ന ഇതയുടെ അടുത്ത് അവർ ധോണിയെയും ഇന്ത്യയെയും കുറിച്ച് മോശമായി സംസാരിക്കുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ഇതയ അവരുമായി അടിപിടി ഉണ്ടാക്കുന്നു. ആ അടിപിടിക്കിടയിൽ ഇതയുടെ കണ്ണിൽ പരിക്കേൽക്കുകയും കൂട്ടുകാർ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇതേ അവിടെ വെച്ച് അമുത എന്ന ഡോക്ടറെ കാണുന്നു. ഇതേക്ക് അവളെ കണ്ട മാത്രമേ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് അവരുടെ പഴയ സ്കൂൾ സീനിയറായ സച്ചിൻ എത്തുന്നുണ്ട്. സച്ചിൻ ഇപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. സച്ചിൻ തന്റെ കോളേജ് ജൂനിയേഴ്സ് ആയ ലാറയെയും അമുതയെയും ഇതേക്കും ഫ്രണ്ട്സിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ലാറയും സച്ചിനും കുറെ വർഷങ്ങളായി റിലേഷൻഷിപ്പിലാണ്. അമുതയെ കണ്ട മാത്രയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഇതയ അടുത്ത ദിവസവും അവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അതേസമയം പ്രസവ വേദന കൊണ്ട് പുളഞ്ഞ ഒരു സ്ത്രീയെ ഒരാൾ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരുന്നു. ആ ഓട്ടോറിക്ഷക്കാരൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഇതയെ ആ സ്ത്രീയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിനുള്ളിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിനുള്ളിൽ എത്തിയപ്പോൾ ഇതയാണ് ആ സ്ത്രീയുടെ ഭർത്താവ് എന്ന് വിചാരിച്ച് നേഴ്സ് നിർബന്ധിച്ച് അവനെ ലേബർ റൂമിൽ കയറ്റുന്നു. പ്രസവ വേദന കൊണ്ട് പുളയുന്ന ആ സ്ത്രീയെ സമാധാനിപ്പിക്കാനും നേഴ്സ് അവനോട് പറഞ്ഞു. ഇതേ അവരെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമുതയും ലാറയും ആ ലേബർ റൂമിലേക്ക് വരികയും അവനെ കാണുകയും ചെയ്യുന്നു. അത് ഇതയ്ക്ക് ഭയങ്കര എംബാരസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ഈ കാര്യം ഇതയ മാമനോടും കൂട്ടുകാരോടും പറയുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്. അവരെല്ലാരും കൂടെ കമ്പനി അടിച്ച് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ലാറ തങ്ങൾ ട്രാഫിക് പോലീസിന്റെ കയ്യിൽ പെട്ടു എന്ന് പറഞ്ഞ് സച്ചിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ സച്ചിൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. ലാറയുടെ കൂടെ അമുതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഇതയ എല്ലാവരെയും കൂട്ടി അവിടേക്ക് പോകുന്നു. അവിടെ എത്തിയ ഇതയ വണ്ടി ഓടിച്ചിരുന്ന അമുത കുടിച്ചില്ല എന്നും ലാറ മാത്രമാണ് കുടിച്ചതെന്നും ലാറ പോലീസുകാരന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് കൊണ്ടാണ് അവരെ അവിടെ നിർത്തിയതെന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇതയ ആ പോലീസുകാരനോട് സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ കേൾക്കുന്നില്ല. അപ്പോൾ അവിടേക്ക് അയാളുടെ ഒരു ഹയർ ഓഫീസർ വരുന്നു. അയാളോട് ഇതേ കാര്യം പറയുകയും ലാറയെയും അമിതയെയും പോലീസ് വിടുകയും ചെയ്തു. ഇതേ അവരെ കൂട്ടി അവരുടെ കാറിൽ തന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. മദ്യപിച്ചിരുന്ന തങ്ക അവർ വന്ന കാർ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവരൊക്കെ കുടിച്ചതിനാൽ അവരെ പോലീസ് പിടിക്കുകയും സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ സച്ചിൻ ഇതയ്ക്ക് കോൾ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ പറഞ്ഞു. ഇതയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയ ലാറ തങ്ങളെ പോലീസ് പിടിച്ചപ്പോൾ നീ വന്നില്ലല്ലോ, അതുകൊണ്ട് രാവിലെ വരെ സ്റ്റേഷനിൽ നിന്നിട്ട് വന്നാൽ മതിയെന്ന് സച്ചിനോട് പറയുന്നു. ആ സമയത്ത് അമുദയുടെ അച്ഛൻ ഫോൺ വിളിക്കുകയും അവൾ ടെറസിൽ പോയി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ അവിടെ പോയി അവളോട് സംസാരിക്കുന്നു. അമുദയുടെ അച്ഛൻ എപ്പോഴും വിളിച്ച് എവിടെയാണെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുമെന്നും അവൾ പറഞ്ഞു. ഇതേക്ക് അങ്ങനെ വിളിക്കാൻ മാതാപിതാക്കൾ ഇല്ല എന്നും ചെറുപ്പം മുതൽ അവനെ വളർത്തിയത് മാമനാണെന്നും അവൻ പറയുന്നുണ്ട്. അതിനുശേഷം
ശേഷം ഇതയ അമുദയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അവൾക്ക് ചായയും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ കൂട്ടുകാരുടെ കൂടെ ഇടയ്ക്കിടെ കണ്ടുമുട്ടുന്നു. സമയം കഴിയുന്തോറും ഇതയ്ക്ക് അമുദയോടുള്ള ഇഷ്ടം പതിയെ പ്രണയമായി മാറുന്നു. പതിവ് പോലെ തന്നെ ഇതയ്ക്ക് തന്റെ പ്രണയം അവളുടെ അടുത്ത് തുറന്നു പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അമുദയുടെയും ലാറയുടെയും പഠിത്തം കഴിഞ്ഞ് ഗ്രാജുവേഷൻ ഡേയും വന്നെത്തി. ഗ്രാജുവേഷന് ശേഷം അമുദ നാട്ടിലേക്ക് പോകും മുൻപെങ്കിലും അവളോട് ഇഷ്ടം തുറന്നു പറയാൻ ലാറ അവനോട് പറയുന്നുണ്ട്. അടുത്ത ദിവസം അവൾ നാട്ടിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവളെ യാത്രയാക്കാൻ ഇതയും കൂടെ പോകുന്നു. ഇപ്പോഴെങ്കിലും പറയണമെന്ന് മനസ്സിൽ പലതവണ പറഞ്ഞെങ്കിലും ട്രെയിൻ പുറപ്പെടുന്ന അവസാന നിമിഷം വരെ അവന്റെ വായിൽ നിന്ന് ഒരു വാക്കുപോലും പുറത്തു വന്നില്ല. അവൾക്ക് വേണ്ട വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങി നൽകി അവൻ അവളെ യാത്രയാക്കി. അങ്ങനെ ഇതയുടെ മറ്റൊരു പ്രണയവും പറയാതെ അവസാനിച്ചു. അവന്റെ കഥ കേട്ട സൂര്യ 3 മാസമായി അവന്റെ അടുത്ത് ഇത്ര ക്ലോസ് ആയിരുന്ന പെൺകുട്ടിയോട് തന്റെ പ്രണയം തുറന്നു പറയാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ നമുക്കറിയാത്തവരോട് എന്തു വേണമെങ്കിലും പറയാൻ പറ്റും, എന്നാൽ ക്ലോസ് ആയിരിക്കുന്നവരുടെ അടുത്ത് പ്രണയം പറയുന്നതാണ് വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. എന്നെപ്പോലെ തന്നെ പ്രണയം പറയാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. അവർക്ക് തന്റെ പ്രണയവും പറയാൻ സാധിക്കാറില്ല, അതിന്റെ കാരണത്തെയും പറയാൻ സാധിക്കാറില്ല. ഈ സംഭവത്തിന് ശേഷം അവന്റെ കൂട്ടുകാരെല്ലാം വേറെ വേറെ വഴിക്ക് പോയി ജീവിതത്തിൽ മുന്നേറാൻ തുടങ്ങി. പ്രഭു അവന്റെ ലവറിനെ കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. സച്ചിനും ലാറയും വഴക്കിട്ട് ബ്രേക്കപ്പായി. അങ്ങനെ 5 വർഷം കഴിഞ്ഞു. DTV എന്ന തങ്കയുടെ ലോക്കൽ ചാനൽ നാഷണൽ ടെലിവിഷനായി മാറിയിരുന്നു. ഉദയും അവന്റെ കൂട്ടുകാരായ കാജയും പ്രഭുവും DTVയിൽ അയാളുടെ കൂടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സച്ചിൻ അവർ 3 പേരെയും വീഡിയോ കോൾ വിളിച്ച് കല്യാണത്തിന് ക്ഷണിക്കുന്നുണ്ട്. മധുരയിൽ വെച്ചാണ് കല്യാണമെന്നും എല്ലാവരോടും നേരത്തെ തന്നെ അവിടെ എത്തണമെന്നും അവൻ പറയുന്നുണ്ട്. സച്ചിന്റെ കല്യാണ വാർത്ത അറിഞ്ഞ ലാറ ഭയങ്കര വിഷമത്തിലാകുന്നു. അപ്പോൾ കൂട്ടുകാരെല്ലാം ചെന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സച്ചിന്റെ കല്യാണത്തിന് വേണ്ടി മധുര എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. അപ്പോൾ ഒരു മിനിസ്റ്റർ ചാനലിൽ അയാളെക്കുറിച്ച് ന്യൂസ് ഇട്ടതിന് ഇതയെ വിളിച്ച് ഭീഷണി മുഴക്കുന്നു. ഇതൊന്നും കാരണമാക്കാതെ ഇതയെ ഫോൺ വെച്ചു. സച്ചിന്റെ ഒരു റിലേറ്റീവ് ഇതയെ കൂട്ടിക്കൊണ്ടുപോകാൻ എയർപോർട്ടിൽ എത്തിയിരുന്നു. അയാളുടെ വണ്ടിയിൽ സമന്തയെ കണ്ട് ഇതയെ അത്ഭുതപ്പെടുന്നു. ഇത്ര വർഷം കഴിഞ്ഞ് അവളെ കണ്ടതിൽ അവന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇതയെ തിരിച്ചറിഞ്ഞ സമന്ത അവനോട് സംസാരിക്കുന്നു. കല്യാണപ്പെണ്ണ് സമന്തയുടെ കസിൻ ആണെന്നും അതുകൊണ്ടാണ് അവളോട് വന്നതെന്നും പറയുന്നു. അവളിപ്പോൾ നാസയിൽ ഒരു സയന്റിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവളുടെ ട്വിൻ സിസ്റ്റർ സംയുക്ത കല്യാണമൊക്കെ കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആണ്. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സച്ചിൻ ഇതയെ ഫോൺ വിളിക്കുന്നു. സച്ചിൻ ലാറയെ കല്യാണത്തിന് വിളിച്ചിരുന്നുവെന്നും ലാറ കല്യാണത്തിന് വന്ന് അവിടെ പ്രശ്നമുണ്ടാക്കാൻ പോവുകയാണെന്നും അവൻ പറഞ്ഞു. ലാറ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവൻ ഇതയെ ഏൽപ്പിക്കുന്നു. ഇതയെ പിക്ക് ചെയ്യാൻ വന്ന റിലേറ്റീവിന്റെ വണ്ടിയിൽ തന്നെ ലാറയെ കൂട്ടാൻ അവർ എയർപോർട്ടിൽ എത്തുന്നു. എയർപോർട്ടിൽ വെച്ച് ലാറയോട് കല്യാണ പെണ്ണിന്റെ റിലേറ്റീവ്സ് വണ്ടിയിലുണ്ടെന്നും അവരുടെ മുന്നിൽ വെച്ച് പ്രശ്നമുണ്ടാക്കരുതെന്നും ഇതേ പറഞ്ഞു. അത് കേട്ട് ദേഷ്യപ്പെട്ട് അവൾ പ്രശ്നമുണ്ടാക്കാൻ പോകുമ്പോൾ അവളെ അവൻ സമാധാനിപ്പിക്കാൻ വേണ്ടി കെട്ടിപ്പിടിക്കുന്നു. അതുകൊണ്ട് സമന്ത ഇതയുടെ ഗേൾഫ്രണ്ടാണ് ലാറ എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ലാറ സച്ചിനെ കണ്ട് കല്യാണം നിർത്തിവെക്കാൻ അവനോട് പറയുന്നു. അപ്പോൾ സച്ചിൻ നേരം വെളുത്താൽ കല്യാണം എന്ന് വിചാരിച്ചിരിക്കുന്ന പെണ്ണിന്റെ ജീവിതം തന്നെ ഈ ഡിസിഷനോടെ ഇല്ലാതാകുമെന്ന് അവളോട് പറയുന്നു. അവൻ അങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്. അത് കാണുന്ന സമന്തയ്ക്കും ഇതയുടെ ഗേൾഫ്രണ്ട് അല്ല ലാറ എന്നും സച്ചിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു എന്നും മനസ്സിലാകുന്നു. അങ്ങനെ സച്ചിന്റെ വിവാഹം നല്ല രീതിയിൽ നടക്കുന്നു. സമന്തയ്ക്ക് തിരുച്ചിയിലുള്ള അവരുടെ പഴയ ട്യൂഷൻ സെന്ററിന്റെ അടുത്തുള്ള പാനിപൂരി കടയിൽ നിന്ന് പാനിപൂരി കഴിക്കണമെന്ന് ഇതയോട് പറയുന്നു. അത് കേട്ട ഇതയ അവളുടെ കൂടെ സമയം ചിലവഴിക്കാമെന്ന് വെച്ച് തിരിച്ചിക്ക് അവളെയും കൂട്ടി പോകുന്നു. അവർ രണ്ടുപേരും അവിടെ പോയി പാനിപൂരിയും കഴിക്കുന്നു. അതിനുശേഷം ട്യൂഷൻ സെന്ററിൽ പോയി പഴയ ഓർമ്മകളൊക്കെ അയവറക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അവനോട് US തനിക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് നാളെയാണെന്ന് പറയുന്നു. അവൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവന് താൻ സമന്തയെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. രാവിലെ ഓഫീസിലെത്തിയ ശേഷവും അവളുടെ ചിന്ത അവന്റെ മനസ്സിൽ നിന്ന് പോയില്ല. ഇതേ സമന്തയെ കണ്ട് തന്റെ പ്രണയം തുറന്നു പറയാൻ തീരുമാനിക്കുന്നു. അവൻ കാജയും പ്രഭുവിനെയും കൂട്ടി എയർപോർട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ മിനിസ്റ്ററിന്റെ ഗുണ്ടകൾ അവനെ തടയുന്നു. അവൻ അവരെ പറ്റിച്ച് രക്ഷപ്പെട്ടു പോയെങ്കിലും ഗുണ്ടകൾ അവനെ പിന്തുടർന്നു. എന്നിട്ട് ഒരു ബസ്സിൽ വെച്ച് മിനിസ്റ്ററുടെ ഗുണ്ടകളുമായി ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു. അവിടെ നിന്ന് അവരെല്ലാം അടിച്ചു തോൽപ്പിച്ച് എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും സമന്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്തിരുന്നു. എയർപോർട്ടിന്റെ ഉള്ളിൽ കയറിയ ഇതയ എയർപോർട്ട് സ്റ്റാഫിന്റെ യൂണിഫോം ഇട്ട് റൺവേയിൽ പ്രവേശിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരുന്നു. ഇപ്രാവശ്യവും ഇതയ്ക്ക് തന്റെ പ്രണയം പറയാൻ സാധിച്ചില്ല. അവിടെ റൺവേയിൽ വെച്ച് ഇതയ ഗ്രൗണ്ട് സ്റ്റാഫായ ജൂജുവിനെ വീണ്ടും കാണുന്നു. സമന്ത തന്റെ ലൈഫിൽ നിന്ന് പോയതാലോചിച്ച് ഇതയെ ഒത്തിരി സങ്കടപ്പെടുന്നു. തങ്ക ഇതയെ തന്നെ പോലെ കല്യാണം കഴിക്കാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് പേടിച്ച് അവനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു. അവസാനം അവൻ കല്യാണത്തിന് സമ്മതിക്കുകയും തങ്ക അതിഥി എന്നൊരു പെൺകുട്ടിയുമായി ഇതയുടെ എൻഗേജ്മെന്റ് നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇതയെ അതിഥിയെ കാണാൻ മോളിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് അവൻ അപ്രതീക്ഷിതമായി അമുദയെ കാണുന്നു. അവളെ കണ്ട് അവൻ ഞെട്ടുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നു. അവൾ കൂട്ടുകാരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെ സന്തോഷത്തെക്കുറിച്ച് അവനോട് പറയുന്നു. അവൾ ഇപ്പോൾ ഡൽഹി എയിംസിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ്. ചെന്നൈയിൽ ഒരു കോൺഫറൻസിന് വേണ്ടിയാണ് വന്നത്. അവൾ അവിടെ നിന്ന് ബൈ പറഞ്ഞു പോകുന്നതിന് മുൻപ് ഇതയെ താൻ കോളേജ് ടൈമിൽ വളരെയധികം
സ്നേഹിച്ചിരുന്നു എന്ന് കൺഫ്യൂസ് ചെയ്യുന്നു. അവൻ അവളെ ഇഷ്ടമാണോ എന്നറിയാത്തത് കൊണ്ടായിരുന്നു അവൾ അപ്പോൾ അത് പറയാതിരുന്നത്. താനിപ്പോൾ ഹാപ്പിലി മാരീഡ് ആണെന്നും തനിക്ക് 2 കുട്ടികളുണ്ടെന്നും അവൾ പറയുന്നുണ്ട്. അവനെ അവൾ സ്നേഹിച്ചിരുന്ന കാര്യം അവന്റെ അടുത്ത് കൺഫ്യൂസ് ചെയ്തപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടിയിരുന്നു. എന്നിട്ട് അവൾ സന്തോഷത്തോടെ അവന്റെ അടുത്ത് ബൈ പറഞ്ഞു പോകുന്നുണ്ട്. അതോടെ ഇതയുടെ മനസ്സിലൊരു ചിന്ത ഉദിക്കുന്നു. അമുദയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിഞ്ഞെങ്കിൽ എനിക്കും സമന്തയോട് എന്റെ പ്രണയം ഒരിക്കലെങ്കിലും തുറന്നു പറയണം. ഇക്കാര്യം യുഎസിലുള്ള ലാറയുടെ അടുത്ത് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവൾ വിവാഹത്തിന് ഇനി വെറും 10 ദിവസമേ ഉള്ളൂ എന്നും ഇതയ്ക്ക് കൂട്ടുകാരെ കൂട്ടി ബാച്ചലർ പാർട്ടി എന്ന പേരിൽ യുഎസിലേക്ക് വരാനും അവൾ ഐഡിയ കൊടുക്കുന്നുണ്ട്. ഇതിനിടെ അതിഥിയുടെയും ഇതയുടെയും ഹൽദി ഫംഗ്ഷൻ നടക്കുകയാണ്. ഇതയെ ഫ്രണ്ട്സിനെയും കൂട്ടി ബാച്ചലർ പാർട്ടിക്ക് യുഎസിലേക്ക് പോകുന്ന കാര്യം തങ്കയോട് പറയുന്നു. അപ്പോൾ തങ്ക അതിഥിയോട് ചോദിച്ചിട്ട് പോകാൻ അവനോട് പറഞ്ഞു. അതിഥി സന്തോഷത്തോടെ ഇതയെ കൂട്ടുകാരുടെ കൂടെ ട്രിപ്പിന് അയക്കുന്നുണ്ട്. അങ്ങനെ അവർ ന്യൂയോർക്കിൽ എത്തുന്നു. അവിടെ നിന്ന് ഇതയെ ഒറ്റയ്ക്ക് സമന്തയെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. അപ്രതീക്ഷിതമായി ഇതയെ കണ്ട സമന്തയ്ക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അവനൊരു ബിസിനസ് ആവശ്യത്തിന് ന്യൂയോർക്ക് വന്നതാണെന്നും അപ്പോൾ അവളെയും കണ്ടിട്ട് പോകാൻ വന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ അവൻ സമന്തയോടൊത്ത് സമയം ചെലവഴിക്കുന്നു. പഴയ ഓർമ്മകളും പുതിയ വിശേഷങ്ങളും പങ്കുവച്ചുകൊണ്ട് അവരുടെ സൗഹൃദം വീണ്ടും പഴയ പോലെ ശക്തമാകുന്നു. സമന്തയുടെ മനസ്സിലും ഇതയോടുള്ള പ്രണയം പൂത്തുലയാൻ തുടങ്ങി. അത് അവൾ തന്റെ ഇരട്ട സഹോദരിയായ സംയുക്തയുടെ അടുത്തും പറയുന്നുണ്ട്. സമന്ത ഇതയോടുള്ള തന്റെ പ്രണയം പറയാൻ വേണ്ടി അവർ താമസിച്ചിരുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ ഇതയും ഇതയുടെ കൂട്ടുകാരും തമ്മിൽ സംസാരിക്കുന്ന അവൾ കേൾക്കുന്നു. അതിൽ നിന്ന് ഇതേ ഇത്ര ദിവസം അവളുടെ കൂടെ കറങ്ങിയത് നാളെ അവന്റെ വിവാഹം വെച്ചിട്ടാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇതെല്ലാം അവൾ കേൾക്കുകയും അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ഇതേ അവളുടെ പിന്നാലെ പോയി ഞാൻ വന്ന ഉടനെ എന്റെ കല്യാണത്തെക്കുറിച്ച് പറയാനിരുന്നതാണ്, എന്നാൽ പറയാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ വന്നത് തന്നെ എന്റെ പഴയ പ്രണയത്തെ പറ്റി നിന്നോട് കൺഫസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയുന്നു. ഇത്രയും കേട്ട സമന്തയ്ക്ക് ദേഷ്യം വന്ന് അവൾ അവനെ അടിക്കുന്നു. എന്നിട്ട് നീ നിന്നെക്കുറിച്ച് മാത്രമാണ് ഇപ്പോഴും ആലോചിക്കുന്നത്, എന്നെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നു. ഇത്രയും നടന്ന ശേഷമാണ് അവർ ന്യൂയോർക്കിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നതും സൂര്യയെ കണ്ടുമുട്ടുന്നതും കഥ പറയുന്നതുമെല്ലാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവർ ചെന്നൈ എയർപോർട്ടിലെത്തുന്നു. കഥ മുഴുവൻ കേട്ടുകഴിഞ്ഞ് സൂര്യയും ഉദയ്ക്ക് കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. സൂര്യയുടെ ഭാര്യ അയാൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ലായിരുന്നു, ഇതയുടെ ഫസ്റ്റ് ലവ് ആയിരുന്ന ഗീതാ മിസ് ആയിരുന്നു. ഗീതാ മിസ്സിന്റെ അടുത്ത് ഇതേ തന്റെ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതാ മിസ്സും ഇതയുടെ മനസ്സിന് എന്താണ് ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യാൻ പറഞ്ഞു. സൂര്യക്ക് താൻ തന്നെ തന്നെയാണല്ലോ നേരത്തെ കളിയാക്കിയതെന്ന് ആലോചിച്ച് ചമ്മലുണ്ടാകുന്നു. കല്യാണ വീട്ടിലെത്തുന്ന ഇതയ തങ്കയുടെ അടുത്ത് ഈ കല്യാണം വേണ്ട എന്ന് പറയുന്നു. അത് കേട്ട തങ്ക ഞാൻ ഇതുവരെയായിട്ട് നീ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് എതിരു പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഈ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അതിനിതയ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇതയുടെ വിഷമം കണ്ട തങ്ക എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്തോളാം, നമുക്ക് ഈ കല്യാണം നിർത്താതെ നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നു. തങ്ക പറയുന്നത് കേട്ട ഇതയ ഈ കല്യാണം നിർത്തണ്ട, ഞാൻ 5 മിനിറ്റിനുള്ളിൽ റെഡിയായി വരാമെന്ന് പറയുന്നുണ്ട്. അവൻ തന്റെ മാമന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ കല്യാണത്തിന് ഇപ്പോൾ റെഡിയാകുന്നത്. ഇതിനുശേഷം തങ്ക പോയി ഇതയുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഈ കല്യാണം മുടക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടെന്നും എന്തു വന്നാലും ഈ കല്യാണം നടത്തുമെന്നും പറയുന്നു. ഇതേ സ്നേഹിച്ച പെൺകുട്ടിയുമായിട്ട് തന്നെ ഇതയെ ചേർക്കണമെന്ന് അപ്പോൾ അവന്റെ ഫ്രണ്ട്സിന് തോന്നുന്നുണ്ട്. അവരെന്നിട്ട് ഈ കല്യാണം മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. ഗീതാ മിസ് താൻ പ്രഗ്നന്റ് ആയ സമയത്ത് തന്നെ സഹായിച്ച ഇതയെ ഇപ്പോൾ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് സൂര്യയോട് പറയുന്നു. അപ്പോൾ സൂര്യ സമന്തയെ കൂട്ടി കല്യാണത്തിന് വരികയും കല്യാണം നടക്കുന്നതിന്റെ ഫ്രണ്ട് റോയിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. സമന്തയെ കണ്ട ശേഷവും ഇതയെ ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ട സൂര്യ മാമയുടെ അടുത്ത് സംസാരിക്കുന്നു. ഇക്കാലത്ത് ഏതെങ്കിലും പയ്യൻ മാമയ്ക്ക് വേണ്ടി സ്നേഹിച്ച പെണ്ണിനെ കളയുമോ? കുറച്ചു കാലം ഈ കാരണം കൊണ്ട് അവന്റെ മനസ്സ് വേദനിച്ചാലും അത് ശരിയാകുമെന്നും അയാളോട് പറയുന്നു. ഇത് കേട്ട ശേഷം തങ്കം മൈക്കെടുത്ത് എന്റെ മരുമകനെ ഈ കല്യാണത്തിന് താല്പര്യമില്ല, അവൻ ഇഷ്ടമില്ലാത്തൊരു വിവാഹം നടത്തി ഇവര് രണ്ടുപേരുടെ ജീവിതം നശിപ്പിക്കാനും എനിക്ക് കഴിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം ആ വിവാഹം നിർത്തിവെക്കുന്നു. ഇതയുടെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയുണ്ടെന്ന് മനസ്സിലാക്കിയ അതിഥിയും ഒരു പരാതിയും പറയാതെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. വെളിയിലെത്തിയ അതിഥി സൂര്യയോട് ഈ കല്യാണം നിർത്തുന്നതിന് മുൻപ് എന്നെപ്പറ്റി ആലോചിച്ചോ എന്ന് ചോദിക്കുന്നു. നിന്നെ ആലോചിച്ചാണ് കല്യാണം നിർത്തിയതെന്നും നിന്റെ ലൈഫ് ഞാൻ സേവാണ് ചെയ്തതെന്നും അയാൾ പറഞ്ഞു. തന്റെ ലവ് പറയാൻ 20 വർഷമെടുത്തവൻ നിന്നെ സ്നേഹിച്ചു ലവ് പറയാൻ ഇനിയും 20 വർഷം കൂടി എടുക്കുമെന്നും സൂര്യ പറയുന്നു. അത് കേട്ട ഉടനെ അതിഥി കാറെടുത്ത് അവിടെ നിന്ന് പോകുന്നു. സൂര്യ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ് സമന്തയല്ല സംയുക്തയാണെന്ന് അവന് മനസ്സിലായിരുന്നു. അപ്പോൾ സൂര്യ 2 മണിക്കൂറിനുള്ളിൽ സംയുക്തയെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നും അവളെ വെച്ചിട്ട് തന്നെ കല്യാണം നടത്താൻ സാധിച്ചല്ലോ എന്നും പറയുന്നുണ്ട്. പിന്നെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം സമന്ത ബഹിരാകാശ മിഷനിൽ ഇരുന്നപ്പോൾ അവളുടെ ഫാമിലി വീഡിയോ കോൾ വിളിക്കുകയും അവളോട് ഇതയെ കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതിക്കാൻ പറയുകയും ചെയ്യുന്നു. അത് കേട്ട സമന്ത ഇതയെ നേരിട്ട് അവളോട് ലവ് യു പറഞ്ഞാൽ മാത്രമേ അവനെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇതേ വീഡിയോ കോളിൽ വരുന്നു. സമന്ത എനിക്കിനി 40 സെക്കൻഡ് മാത്രമേ ഉള്ളൂ, അതിനുള്ളിൽ കോള് കട്ടാകും, അതിനുള്ളിൽ ലവ് യു പറഞ്ഞാൽ അവൾ തിരിച്ചു വരാമെന്ന് അവനോട് പറഞ്ഞു. കറക്റ്റായി 1 സെക്കൻഡ് വരുമ്പോഴാണ് അവൻ ഐ എന്ന് പറയുന്നത്. അപ്പോഴേക്ക് കോൾ കട്ടാകുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സിനിമ വളരെ രസകരമായി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതുപോലെയുള്ള പുതിയ സിനിമകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.